ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മുടെ മേഘാലയ ട്രിപ്പ് ഡേ 2 എല്ലാവർക്കും സ്വാഗതം. സെറ്റ് സെറ്റായിരിക്കുന്നു. അവിടെ നമ്മുടെ ബിഗ് ബ്രദറൊക്കെ സെറ്റാവുന്നുണ്ട്. നമ്മൾ രാവിലെ കുറച്ച് ലേറ്റായി, ഇന്നലെ രാത്രി ലേറ്റായിട്ട് കിടന്നുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞ് ഇനി ഇറങ്ങുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, ഇനി പോകണം. സാഗർജി ഹായ് ബോലോ. ഗുഡ് മോർണിംഗ്. യെസ്, അപ്പോൾ നമുക്ക് ഫ്രണ്ടിലോട്ട് നീങ്ങാം. ഇപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. ഇതാണ് നമ്മുടെ ഒരു ലിവിങ് ഏരിയ. ഇവിടുത്തെ ടി വി സോഫയൊക്കെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇരിക്കുന്നു. എന്തത് ഓംലെറ്റ്, പിന്നെ എന്തൊരു സാധനം, ഷുഗർ ചായയുടെ ആയിരിക്കും, പൂരി ബട്ടൂര ആയിരിക്കും ഓഫ് കോഴ്സ്. യെസ്, പിന്നെ ചെറിയ ഡെസേർട്ട്സ്, പഴം, കടലമിഠായി, ജ്യൂസ്. ഇനി ചെറിയ കിച്ചൺ സെറ്റപ്പ്. ഇതായിരുന്നു ഇവിടുത്തെ പരിപാടി. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ വന്ന വഴി നമ്മളിത് അവിടെയാണ് താമസിച്ചത്. ഒരു പൂള്, അതിൻ്റെ ബാക്കിലാണ് അവരുടെ കിച്ചൺ, നമ്മുടെ സ്റ്റേ ചെയ്യുന്നതിൻ്റെ. ഇതും റൂംസാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നമ്മുടെ ആൾക്കാർ ഇപ്പം നിലവിൽ സ്റ്റേ ഇല്ല. അതെ, പക്ഷേ അതാണ് സംഭവം. ഓക്കെ, ബൈ. ഇപ്പം നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർഫോളാണ്. നമ്മൾ തീരുമാനിച്ചില്ല. എൻ്റെ സാഗർ സാർ വണ്ടി എടുത്ത് ഇറങ്ങി. അക്ഷരനോട് ബില്ലൊക്കെ സെറ്റിൽ ചെയ്യുന്നു. ചെറാപ്പുഞ്ചിയാണ് ഏതായാലും പോകുന്നത്. ചെറാപ്പുഞ്ചി ഇവിടുന്ന് 2 hours ഉണ്ട്. അവിടുന്ന് ബാക്കി സ്ഥലങ്ങളെല്ലാം ഏകദേശം അടുത്താണ്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് അടുത്ത കാഴ്ചകൾ കാണാം, അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് കാണാം. നമ്മൾ ചെറാപ്പുഞ്ചി പോകുന്ന വഴിയാണ്. പോകുന്ന വഴിക്ക് നല്ലൊരു സ്പോട്ട് കണ്ടപ്പം നിർത്തി. ഇതാണ് സ്പോട്ട്. കുറേ ഇപ്പോൾ അലക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ അതൊന്നും കാണത്തില്ലായിരിക്കും. ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം, ഒരു വെള്ളം വേണ്ടെന്ന് തോന്നുന്നു. നല്ലൊരു പാലമുണ്ട് അവിടെ. പാലത്തെ നോക്കുമ്പോൾ ഇത് അധികം ബലമൊന്നും ഇല്ലാത്ത പാലമാണ്. ലോഡിങ് മാക്സിമം കപ്പാസിറ്റി 9 tons. ഒരു വെഹിക്കിളെ ഒരു സമയത്ത് പോകാൻ പറ്റൂ. എന്താ ചാണകമാണോ ആയിരിക്കും. കടക്കര പശു നിൽപ്പുണ്ട്. ഇതാണ് ആ ബ്രിഡ്ജ്. ആഹാ, ഇത് കൊള്ളാലോ. നമ്മളിതിൽ കണ്ട പോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റോഡാട്ടോ ചെറാപ്പുഞ്ചിയിലേക്ക് പോകുന്നത്. അതായത് നമ്മുടെ അവിടെയൊക്കെ നാട്ടിലൊരു മൂന്നാർ അങ്ങനെ പറയാൻ പറ്റില്ല. ഇവിടുത്തെ ചെടികളും മരങ്ങളൊക്കെ ഡിഫറെൻറ്റാണ്. പിന്നെ നമ്മുടെ അവിടെയൊക്കെ തേയിലയല്ലേ, ഇവിടെ അങ്ങനെയല്ല. ഇവിടെ വേറെ ടൈപ്പ് ഓഫ് ഫാമിങ്സാണ് ഉള്ളത്. തേയിലയൊന്നും അങ്ങനെ കണ്ടില്ല ഇത്ര നേരമായിട്ട്. പക്ഷെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഇപ്പോൾ ചെറിയ തണുപ്പുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ആയിരിക്കും ഇനി അങ്ങോട്ടുള്ള റൂട്ടും. അപ്പോൾ എന്തായാലും പോകുന്ന വഴിക്ക് നല്ല കാഴ്ചകളുണ്ടെങ്കിൽ ഇനി കാണിക്കാം. അത് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഇത് ദിംബപ്പാലി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഇതെൻ്റെ ആണ് ബോർഡ്. ഈ ബോർഡിൻ്റെ ബാക്കിലുള്ള സാധനമാണ് മെയിൻ ഹൈലൈറ്റ്. ഇവിടെ സിപ്പ് ലൈനിങ് ആണ്, അടിപൊളി സിപ്പ് ലൈനിങ് ആണ്. അത് കിടിലൻ വ്യൂ. പക്ഷെ നമ്മൾ വന്ന സമയത്ത് നമ്മൾ കയറാൻ നോക്കിയപ്പോൾ ക്ലോസ് ചെയ്തു. ലഞ്ച് ടൈം ആണെന്ന് പറഞ്ഞത്. നമുക്ക് സമയങ്ങളില്ലാത്തതുകൊണ്ട് നമ്മൾ പോയേക്കാന്ന് വെച്ചു. ഇത് ആക്ച്വലി ഉണ്ടല്ലോ, ഒരു നമ്മൾ ഇത്ര നേരം കണ്ട ട്രെയിനില്ലേ, അതൊരു ജസ്റ്റ് ഒരു വളവ് കഴിയുമ്പോൾ ഒരു പാലം കഴിയുമ്പോഴത്തേനും എൻ്റെയർലി അങ്ങ് മാറുക. നമ്മളിവിടെ ഞെട്ടിപ്പോയി, നമ്മൾ വിചാരിക്കത്തില്ല. പക്ഷേ കിടിലൻ കേട്ടോ, നല്ല ക്ലൈമറ്റും നല്ല വ്യൂവും. നമ്മൾ വന്നപ്പോൾ ഒരു കടയിൽ ചായ കുടിക്കാൻ കരുതാണേ. ടീ ഷോപ്പ്. ചായക്ക് റെഡിയാക്കി വെച്ചേക്കായിരുന്നു. ഇവിടെ നിന്ന് ഒരു വ്യൂ കാണാം. മേലെ ഒരു 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 ഇതുണ്ടോ, ഇത് 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 അത് ബങ്കി ജമ്പിങ് സ്പോട്ടാട്ടോ. അതിപ്പോൾ ഇവിടെ ആരെയും കാണുന്നില്ല.
പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി അവിടെ നിന്ന് ചാടുന്ന അവിടെ പോകാൻ പറ്റുവാണെങ്കിൽ പോകാമായിരുന്നു. അത് വേറെ റൂട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അത് കിടിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും എന്താണേലും അത് കയറി കഴിഞ്ഞാൽ. ഇത്രയും നല്ല ക്ലൈമറ്റ്, ഇത്രയും നല്ല വ്യൂ ചാടാൻ പറ്റുവാണെന്ന് ആലോചിച്ച് നോക്കി. അതാണ്. ഹായ് ഗൈസ്, നമ്മുടെ മേഘാലയയിലെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ, മേഘാലയയിലെ ചിറാപുഞ്ചിയിലെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുന്നു. ഇത് ഇവിടുത്തെ മെയിൻ സ്പോട്ടാണ് നോഷിൻതാങ് വാട്ടർഫോൾസ്, അതായത് 7 സിസ്റ്റേഴ്സ് വാട്ടർഫോൾസ് എന്ന് പറയും. ഇപ്പം അധികം വെള്ളമില്ല, എന്നാലും ഞാൻ കാണിക്കാം. ഇത് നിങ്ങൾ ഒരുപാട് റീൽസിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതാണ് സാധനം. ഇതിൻ്റെ ഇവിടുത്തെ നെയിം എന്ന് പറയുന്നത് നോഷിൻതാങ് എന്നാണ്. നോഷിൻതിയാങ് അങ്ങനെ എന്താണ് പ്രൊനൗൺസ് ചെയ്യുന്നത്, കറക്റ്റ് എനിക്ക് അറിഞ്ഞൂടാ. 7 സിസ്റ്റേഴ്സ് എന്ന് ഷോർട്ടാക്കി വിളിക്കും. ഗൂഗിൾ മാപ്പിലൊക്കെ അതാ കിടക്കുന്നത്. ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇതിൻ്റെ ഇവിടുത്തെ ഒരു സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ഇത് ഇവിടുത്തെ ട്രൈബൽസും ഇവിടുത്തെ പഴയ ആൾക്കാരൊക്കെ പറയുന്നത് 7 സിസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ 7 സഹോദരിമാർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് പണ്ട് ഈ ഫോറസ്റ്റിനുള്ളിൽ ഏതോ ഒരാൾ ഇവരെ കല്യാണം കഴിക്കാൻ എന്ന് വന്നു. അപ്പം അതിൽ അവർ ഭയങ്കര മാജിക്കൽ പവേഴ്സുള്ള ആൾക്കാരായിരുന്നു. അവരപ്പം ആ ആളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി 7 വാട്ടർഫോൾസ് 7 സ്ട്രീംസായിട്ട് സ്റ്റാർട്ട് ചെയ്തു. സ്ട്രീംസായി അതാണ് ഈ വാട്ടർഫോളായിട്ട് വരുന്നതെന്നാണ് പറയുന്നത്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഒരുപാട് സ്ട്രീംസ് ഉണ്ട്, അതിൻ്റെ കൂടെയാണ് 7 എണ്ണം വരുന്നത്. ഇത് ഒരിക്കലും തമ്മിൽ കൂട്ടി മുട്ടിയിട്ടും ഇല്ല എന്നാണ് പറയുന്നത്. അതൊക്കെ നമ്മൾ വായിച്ചറിഞ്ഞ ഹിസ്റ്ററിയാണ്. ഇതാണ് ഇൻ ഷോർട്ട് സംഭവം. ഇവിടെ തിരക്കൊന്നുമില്ല. നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തേക്കുന്നത്. അപ്പം അതിന് പാർക്കിംഗ് ഫീ ഉണ്ട് 50 രൂപ. എല്ലായിടത്തും ഉണ്ട്. അപ്പം തിരക്കില്ലാത്തതുകൊണ്ട്, പക്ഷേ സീസൺ ഇല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നു. ശരിക്കും ഇതിൻ്റെ മൺസൂൺ ടൈമിലെ ഒരു പിക്ക് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് ഇടാം, എങ്ങനെയാണ് കാണുന്നതെന്ന്. ഇതിപ്പം വെള്ളം ഭയങ്കര കുറവാണ്. ഈ വാട്ടർഫോൾ ആക്ച്വലി വൈകുന്നേരങ്ങളാണ് കാണാൻ ഭംഗി. അതായത് ഈ സൺസെറ്റ് ടൈമിൽ സണ്ണിന്റെ റിഫ്ലക്ഷൻസ് വരും, അടിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇവിടെ ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കും ഈ ഒരു ഏരിയയിൽ. അത് കുറെ ഫോട്ടോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതേപോലെ പിന്നെ ഇത് വൺ ഓഫ് ദ ഹയസ്റ്റ് വാട്ടർഫോൾ ഇൻ ഇന്ത്യയാണ്. കാര്യം ഇത് ഇവിടുന്ന് കണ്ടാൽ മനസ്സിലാവും. അവിടെ ബൈനോക്കുലർ വെച്ചിട്ടുണ്ട്, അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് വീഴുന്നത് മനസ്സിലാവും, ദൂരേന്ന് കാണാം. അപ്പൊ നല്ല ഹൈറ്റിലാണ് വീഴുന്നത്, നൂല് പോലെ ഇങ്ങനെ വീഴുന്നത്. അതുപോലെ 7 എണ്ണം ഉണ്ട്. ഇതിനകത്ത് 7 എണ്ണം കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല. കാര്യം എന്നിട്ട് ഞാൻ നോക്കി കിട്ടില്ല, ഏതൊക്കെയാണെന്ന് അറിയില്ലല്ലോ. എല്ലാത്തിലും വെള്ളമില്ല.
അപ്പൊ അതൊക്കെ തന്നെ. പോവാറായോ? അവര് വന്നവരാരാ? നമ്മളെ കണ്ടില്ല. നീ ഇവിടെ കണ്ടില്ല, അല്ലാതെ ഞാൻ വിളിച്ചായിരുന്നു. ഞാൻ കണ്ടു നിങ്ങൾ സംസാരിക്കുന്നത്. നാട്ടിൽ വണ്ടി ഉണ്ട്. 84 കണ്ണൂർ എങ്ങാണ്ടല്ലേ? മലപ്പുറം. ഇത് വാ നിൽക്കുന്ന ചേട്ടന്മാരാട്ടോ, ആ ദൂരെ നിൽക്കുന്നത്. മലപ്പുറത്ത് നിന്ന് വന്നേ. അവരുടെ ട്രിപ്പ് എങ്ങോട്ടാ? അരുണാചലൊക്കെ പോയി. ഇപ്പൊ എവിടുന്നാ വരുന്നേ? നേരെ ഇങ്ങോട്ടാണോ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ? ഇങ്ങനെ കറങ്ങി അമ്മമാര് കേറി മേഘാലയ കേറി അരുണാചല് കേറി അവിടെ കേറി തിരിച്ചു. ട്രിപ്പിന് ആൾക്കാരൊക്കെ നാട്ടിൽ നിന്ന് വരുന്നത് 20 ദിവസമായി ഇറങ്ങിയിട്ട്. എന്താ ഞാൻ പറഞ്ഞേ, ഈ സാധനം പോസ് ചെയ്ത് വായിച്ച് നോക്കിയാൽ മതി. ഈ സൺസെറ്റിന്റെ കാര്യവും ഇവിടുത്തെ 7 സിസ്റ്റേഴ്സിന്റെ പേര് വന്ന കാര്യമൊക്കെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പം വാട്ടർഫാളിൽ നിന്ന് വന്നിട്ട് നേരെ ഒരു കേവ് കാണാൻ വന്നതാണ്, അർവ കേവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ 2 കേവ് ഉണ്ട് ഈ ഏരിയയിൽ. അതിനകത്ത് വൺ ഓഫ് ദ മെയിൻ കേവ് ആണ്. അപ്പോൾ ഇവിടെ എൻട്രി ടൈമിൽ നമ്മുടെ ഫ്രണ്ടിൽ വേറെ വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് പറഞ്ഞു, അവരെല്ലാം തിരിച്ചു പോയി. അപ്പം നമ്മൾ ചെന്നപ്പോൾ ചോദിച്ചാൽ എന്താന്ന് പറഞ്ഞാൽ എൻട്രി ഇല്ലെന്ന് പറയും. കാര്യം ചോദിച്ചാൽ പറഞ്ഞു ലൈറ്റ് ഇല്ലെന്ന് കേവിൽ. അപ്പം നമ്മൾ അത് പറഞ്ഞു കുഴപ്പമില്ല, നമ്മൾ കയറിക്കൊണ്ട് ടോർച്ച് ഉണ്ടെന്ന് പറഞ്ഞു നമ്മുടെ കയ്യിൽ. അപ്പം അവർ പറഞ്ഞു അത്ര സേഫ് അല്ലെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ പറഞ്ഞു കുഴപ്പമില്ല, നമ്മൾ നോക്കി പൊക്കോളാമെന്ന് പറഞ്ഞു. അപ്പം നമ്മളെന്തായാലും എൻട്രി ചെയ്തു, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ചെന്നിട്ട് എന്താവുന്നൊന്നും അറിയത്തില്ല. ഒരു മണി വൃത്തിയായിട്ട് വഴി കൂടെ പോകുന്നത്. അവിടെ അത്ര സേഫ് അല്ലെന്നൊക്കെ അവർ പറഞ്ഞു. അത്രമാത്രം ആരും വരുന്നില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. മിക്കവാറും ആരും ഇവിടെ കാണത്തില്ല. അപ്പം നമുക്ക് കാത്തിരിക്കുക എന്താണ് അവിടെ നമുക്ക് സംഭവിക്കാൻ പോകുന്നതെന്ന്. സംഭവിക്കുമെന്ന് അറിഞ്ഞുകൂടാ. അതെ, എന്ത് സംഭവിക്കാൻ അറിഞ്ഞുകൂടാ. പോയിരിക്കും, അതാണ്. നമ്മൾ തിരിച്ചു പോകാതെ അവരെല്ലാം തിരിച്ചു പോയി, നമ്മളങ്ങനെ തിരിച്ചു പോയില്ല. നമ്മൾ കയറിയിട്ടേ പോകത്തുള്ളൂ. നമ്മളങ്ങനെ അർവ കേവിൽ എത്തി. ടിക്കറ്റ് കൗണ്ടർ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ കുറേ റെസ്റ്റോറൻറ്റും ഷോപ്പൊക്കെ ഇവിടെ പണി നടക്കും കേട്ടോ. സെറ്റായി വരുന്നേ ഉള്ളൂ. എന്താ എല്ലായിടത്തും ഉള്ളേക്കോട്ടെ. മേഘാലയ ടൂറിസത്തിൻ്റെ ആ ഒരു എൻട്രി ബോട്ട് അർവ കേവ് ആണോ? നോക്കാം. ഇത് പോസ്റ്റ് ചെയ്തിട്ട് വായിച്ചോ ഇത് എന്തൊക്കെയാണ് എഴുതിയേക്കുന്നതെന്ന്. ഇത് ഇവിടെ ഒരുപാട് ലാൻഡ് സ്ലൈഡൊക്കെ നടക്കുന്ന സ്ഥലം കേട്ടോ. നമ്മൾ വരുന്ന വഴിക്കൊക്കെ കാണാം പുതിയതായിട്ട് അവർ കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നുണ്ട്. പാലമൊക്കെ പുതിയതായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ പോയ വഴി കിടപ്പുണ്ട് അവിടെ. താഴെ ടിക്കറ്റ് കൗണ്ടറൊന്നുമില്ല, മേളിൽ നടന്ന് ചെല്ലുമ്പോഴാണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. വണ്ടി കയറുമ്പോൾ 30 രൂപ. അതെ, വണ്ടി കയറുമ്പം ഒരു 30 രൂപ. നോർമൽ വെഹിക്കിളാണ്. ബൈക്കാണെങ്കിൽ 20 രൂപ എന്തോ. അപ്പോൾ ഏതായാലും ക്യാമറ നമ്മുടെ അവർ കണ്ടു കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ടിക്കറ്റ് എടുക്കേണ്ടി വരും. നമ്മൾ ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 50 രൂപ. ക്യാമറയ്ക്ക് ഫീ ഒന്നുമില്ല കേട്ടോ, ഉണ്ടെന്ന് വിചാരിച്ച. പോയ ആൾക്കാർ വരുന്നുണ്ട്. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. നല്ല ഇപ്പം തന്നെ കയറിയപ്പോൾ തന്നെ ഇരുട്ട് തുടങ്ങി. അപ്പോൾ കേവിൻ്റെ അകത്ത് എന്തായിരിക്കും അറിയാമല്ലോ, ഉറപ്പായിട്ട് ഇരുട്ടായിരിക്കും. ആൾക്കാരൊക്കെ എന്തായാലും ഉണ്ട്, വലിയ സീനില്ല. ഓ ഓക്കെ, ഞാനടുത്തു കണ്ണട്ട, അത് മറ്റേ നമ്മുടെ അട്ടയില്ലേ അതുപോലെ മേടിച്ചാൽ നല്ല കാല് മുറിഞ്ഞതാ. പേടിച്ചു പോയി. നീ അതും കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് നടന്ന് കാണാം. 2 വഴിയുണ്ട് പോവാൻ. ഒന്ന് പ്ലസന്റ് വാക്ക് ടു കേവ്, 2 റഗ് ട്രയൽ ടു കേവ്. ഇപ്പം നമ്മളിവിടെ എടുക്കും. നമ്മളങ്ങനെ സിമ്പിളായിട്ട് പോകാൻ വേണ്ടി വന്നവരൊന്നുമല്ല. നമ്മൾ മലകളും പുഴകളും കടന്ന് കഷ്ടപ്പെട്ട സ്ഥലങ്ങൾ കാണത്തുള്ളൂ. കയറി നോക്കാം. ഈശ്വര, ആനയും കുതിരയൊന്നും കാണല്ലേ. പതുക്കെ നമ്മൾ കയറുകയാണ്. സാഗർജി നടന്നാലും. അമ്മേ ഇതൊരു ഏൻഷ്യൻ കേവ് ആണ് ആക്ച്വലി. ഒത്തിരി ആർക്കിയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഒക്കെ ഉള്ളൊരു കേവാണ്. അടുത്തു കയറി നല്ല കുത്തു കയറ്റമാണ്. ഇപ്പൊ പറയോ? ഇത്രയും നേരം നിങ്ങളോട് സംസാരിച്ചത് മിസ്റ്റർ സാഗർ. ഇനിയും സംസാരിക്കാൻ പോകുന്നത് സാഗറായിരിക്കും കുറച്ചു നേരം. അപ്പോൾ റഗ്ഡ് ട്രെയിൽ ആക്ച്വലി ഒരു റഗ്ഡ് ട്രെയിൽ തന്നെയാണ്. നല്ല പാറയും തിന്നുന്നുണ്ട്. അലക്സ് ഫ്രണ്ടിൽ പോകുന്നുണ്ട്, വഴി കാട്ടി. ഇത് കാടാണല്ലേ? ഇത് മൊത്തത്തിൽ ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ. നമുക്ക് അവിടുന്ന് ആൾക്കാരുടെ ഒച്ചയാക്കാൻ വരുന്നുണ്ട്. നമ്മൾ മാത്രം ഈ കൂട്ടത്തിൽ
ഈ ട്രെയിൽ എടുത്തിട്ടുള്ളൂ. ബാക്കി എല്ലാവരും മറ്റേ ഈസി പാത്താണ് എടുത്ത്. നമ്മൾ നോക്കിയപ്പോൾ ഈ വഴി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ച് നമ്മൾ ഈ വഴി കയറിയതാണ്. വലിയ കുഴപ്പമില്ല, നല്ലൊരു വേറെ എക്സ്പീരിയൻസ്. ഇപ്പം ഇവിടെ നോക്കി കാണാം, താഴെ ആൾക്കാർ അവരുടെ പേവ്ഡ് പാത്താണ്. നമ്മൾ കുറച്ച് കല്ലും മണ്ണും. അപ്പം നിങ്ങൾ ഇവിടെ ഹർവാക്കെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ പാത്ത് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യണം. ആ പാത്തിലൂടെ ചുമ്മാ നടക്കാവുന്നേ ഉള്ളൂ. ഒരു വൈൽഡ്ലി എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ ഈ പാത്തിൽ കൂടെ തന്നെ കയറി വരിക. ഓക്കെ, ഇനി ഈ പാത്തിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടെങ്കിൽ അടുത്ത് വീഡിയോയിലിടാം. ഓ, ഇവിടെ എന്താ ഇൻട്രസ്റ്റിംഗ്. ഇതൊരു വെള്ളച്ചാട്ടമാണെന്ന് തോന്നുന്നു. വെള്ളം ഇല്ലിപ്പം. എനിക്ക് തോന്നുന്നു മൺസൂൺ സമയത്തൊക്കെ ഇങ്ങനൊരു വെള്ളച്ചാട്ടമാണ്. അത്യാവശ്യം ഡീപ്പായിട്ടുള്ളൊരു സംഭവമാണ്. നമ്മൾ മുന്നോട്ട് പോവുകയാണ്. എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമാണെങ്കിൽ കാണിക്കാം. നമ്മളങ്ങനെ നടന്ന് ഏകദേശം അടുത്തെത്തി. കുഴപ്പമില്ലായിരുന്നു, നടക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഇടയ്ക്ക് 1-2 സീനൊക്കെ ഉള്ളായിരുന്നു. ഇവിടെ ബ്രിഡ്ജൊക്കെ വന്നിട്ടിട്ടുണ്ട്. അപ്പം ഏകദേശം എത്തി എനിക്ക് നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ, ആൾക്കാരൊക്കെ തടഞ്ഞിട്ടുണ്ട്. എന്താ ഇതാണ് കേവ്. ഓക്കെ, ഇതിന് അടിയിലാണ് കേവ്. അതെ, എഴുതിയിട്ടുണ്ട്. നൈസാണല്ലോ. നമുക്ക് ബാക്കി ചെന്നിട്ട് കാണാം. ക്യൂരിയോസിറ്റി കളണ്ട.